എന്നെക്കൊണ്ട് ഇന്നും കൂടില്ല. കാരണം അറിയാം, ഞാൻ തൗഹീദ് ഓഫീസറാണ്, ഞാൻ ഇസ്ലാഹി പ്രവർത്തകനാണ്. അതുകൊണ്ട് എന്നെക്കൊണ്ട് ഇന്നും കൂടില്ല, ഒരു ശൈത്താനും കൂടില്ല. എനക്ക് അള്ളാഹ് ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ട് ഇപ്പൊ പറയണം, അല്ലെങ്കിൽ നിങ്ങൾ പൊളിച്ചെടുക്കില്ല. നിങ്ങളെ പരിപാടിയൊന്നും ഇപ്പം പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ പൊളിച്ചെടുക്കും. ഞാൻ പൊളിച്ചിനെ വിളിക്കും, നിങ്ങൾ നിർബന്ധങ്ങൾ പിൻവലിക്കും. നിങ്ങൾ കഷ്ടപ്പെടാൻ നോക്കണ്ട. നിങ്ങളെ ബാഗോട് ഡ്രസ് വരുന്നത് സാധനം തട്ടിപ്പിനോട് പൊടിയാണ് തുറക്കത്. എത്ര എല്ലാം പറ്റും അതിലെടുക്കണം, അതിലെടുക്കാം. ബാഗിൽ സാധനം എടുക്കണം, എല്ലാം എടുക്കണം. അല്ല പൊടി ഇത് മാസത്തിന്റെ പൊടി എന്താകുമ്പോൾ അത് മയക്കുമരുന്ന് അറിയിക്കുന്നത്. ആ വല്ല അസ്വസ്ഥ ആ സംഭവം പുറത്തെടുക്ക് സാധനം സുധീറെ, അത് പുറത്തെടുക്ക്. ഇതോ സാധനം എന്താ ഹിജാബ് ചെയ്യുന്ന വെച്ചാൽ സമ്മതിക്കാൻ സാധിക്കില്ല. ഇതൊന്നും ഇസ്ലാമില്ലാത്ത കാര്യമാണ്. അങ്ങനെ ഇതൊന്നും ഇസ്ലാമില്ല. സെൽഫി പള്ളിയിൽ ഇത് മുന്നേ സെൽഫി പള്ളി, അത് മുട്ടത്തെ പള്ളി, സെൽഫി പള്ളിയാണ്. അത് ജനങ്ങൾ ഇതെല്ലാം നമ്മൾ കേട്ടതേ ഉള്ളൂ, കണ്ടിട്ടില്ല. ഇങ്ങനെ ചെയ്യുന്നുണ്ട് നമ്മൾ അറിഞ്ഞതേ ഉള്ളൂ. ഈ കൗസത്തിന് ആ പെണ്ണുകൾ പിടിക്കണം. സത്യം പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ചെയ്യില്ല. സത്യം പറഞ്ഞാൽ ബ്ലേഡ് ആ മുറിയേൽപ്പിക്കാം. അതിന് വേണ്ട സുഖേ ഇതൊരു സംഭവം രതിച്ച. ഇത് ബ്ലേഡാ, ഇത് മുറിവേൽപ്പിക്കാൻ അല്ലേ? ഇതെന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പറഞ്ഞ് ചികിത്സ പ്രേരിപ്പിച്ചിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് ഹിജാമ. കപ്പിംഗ് എന്ന് പറയും. കപ്പിംഗ് എന്ന് തന്നെ പൊതുവിൽ എല്ലായിടത്തും അറിയപ്പെടുന്ന ഒരു ചികിത്സയാണ്. ബുഖാരിയിൽ 5 ബാബാണ് ഇതിനെക്കുറിച്ച്, ഹിജാമയെ കുറിച്ച് ഇരിക്കുന്ന 5 ബാബ്. ഇത് സംഭവം ഇത് സംബന്ധിച്ച് ചൈനീസ് ചികിത്സാ രീതിയാണ്. അതായത് ബ്ലഡ് ആ ബ്ലഡ് എടുത്തോളെ, അതായത് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകാൻ വേണ്ടിട്ട്, നിലവിൽ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകാൻ വേണ്ടിട്ട് ഇവിടെ കുത്തിയിട്ട് പക്ക് ചെയ്തിട്ട് അതിന് ബ്ലഡ് എടുക്കരുത്. ആ കൊമ്പ് വെക്കാൻ സംഭവം, കൊമ്പ് വെക്കാൻ ആ പരിപാടി, ആ അല്ലെ അതല്ല ആ പരിപാടി, ആ പരിപാടി ആ പരിപാടി. ഇതൊന്നും ഈ റുഖിയ ശറിയായ നമുക്കറിയാം. ഒരു 70,000 ആൾക്കാര് പിന്നെ വിചാരണ കൂടാതെ സ്വർഗത്തിൽ കടത്തുന്ന ആരാധന അറിയോ? ആരാ ആരാ മന്ത്രിക്കാത്തവനും മന്ത്രിപ്പിക്കാത്തവനും. ഏതാ മന്ത്രം? ശുദ്ധമന്ത്ര. ഏതാ മന്ത്രം? ശുദ്ധമന്ത്ര. ഒരു മിനിറ്റ്, ഏതാ മന്ത്രം? ഏതാ മന്ത്രം? ശുദ്ധമന്ത്ര. ശുദ്ധമന്ത്ര ഇത് പിടിക്കണോ? ഏതാ മന്ത്രം? ശുദ്ധമന്ത്രം. ശുദ്ധമന്ത്രമല്ലല്ലോ. ശുദ്ധ ചെയ്തോണ്ട് നടക്കത്തന്നെ. അപ്പൊ ഏത് മന്ത്രത്തെ കുറിച്ച് പറഞ്ഞത്? ശറിയാ മന്ത്രത്തെ കുറിച്ചാ പറഞ്ഞത്. അപ്പൊ അങ്ങനെ പറഞ്ഞു. ഇതുണ്ടല്ലോ, ഇത് എന്ന് പറഞ്ഞ മനസ്സിലാക്കി. ഇതെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഇസ്ലാമിൽ ഇതുണ്ടല്ലോ, ഇത് സംഭവം വെച്ചാൽ ഇത് നമ്മളെ പിന്നെ മുസ്ലിം ഉണ്ടാക്കിയ ഒരു നവോത്ഥാന പ്രസ്ഥാനം, വിനായക പ്രസ്ഥാനം. അവർ ഈ നാട് ഉണ്ടാക്കിയ ദുരാചാരത്തിൽ നിങ്ങൾ വീണ്ടും കൊണ്ടാൻ ശ്രമിക്കുക. നിങ്ങൾ ഏത് ഭാഷകളിൽ നിങ്ങൾ സെക്രട്ടറിയുടെ ഗ്രൂപ്പോ അല്ല മറ്റേ PN ഗ്രൂപ്പോ പിന്നെ സംഘടന പൈസ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ബോധ്യപ്പെട്ട നിങ്ങൾ 5,000 ഫീസിനോട് എന്തായാലും ഫീസ് ഉണ്ട്. 5,000 ഫീസിനോടുണ്ടേ. ഇല്ല, നമ്മൾ പറഞ്ഞ ഫീസ് 5,000 5,000 രൂപ നിങ്ങൾ ഫീസ് അടയ്ക്കണം. ഞാൻ കൊല്ലത്തുനിന്ന് ഇവിടെ വന്ന് മന്ത്രിക്കണ്ടേ? അതെ, നിങ്ങൾ കൊണ്ടത്ത് ഖുർആൻ ഫാത്തിഹ എല്ലാ പ്രാഥമിക ഭാഗങ്ങളിൽ എല്ലാ കുട്ടികൾക്കും പ്രാർത്ഥന. പിന്നെ നിങ്ങൾ അർഹമാന്റെ കുറച്ച് ഭാഗം, പിന്നെ സൂറത്ത് ജിന്നിന്റെ കുറച്ച് ഭാഗം. ഇതാ നിങ്ങൾ കുറച്ച് സൂറ ഹശറിലെ ലാസ്റ്റ് ഭാഗം. ആമന റസൂൽ സൂറത്ത് ഹശറിലെ ലാസ്റ്റ് ഭാഗം എല്ലാവർക്കും അറിയാം. പക്ഷേ ഇത് നമ്മൾ സ്ഥിരം ഓതുന്നത് തന്നെ. നിങ്ങൾ ഈ പണി ചെയ്യാൻ തുടങ്ങിയത് എന്ത് അർത്ഥത്തിലാണ്? അത് സെലഫി പള്ളി കേന്ദ്രീകരിച്ച് വേണ്ട, സെലഫി പള്ളി കേന്ദ്രീകരിച്ച് വേണ്ട. ഖുറായി പള്ളി പോയിക്കോ, ഒരു പ്രശ്നമില്ല. ഖുറായി പള്ളി പോയിക്കോ, അങ്ങനെ വരില്ല. സെലഫി പള്ളി കേന്ദ്രീകരിച്ചിട്ട് ഒരു മിനിറ്റ്. നിങ്ങൾ മുറ്റത്ത് പള്ളി അയാളെ മോക്ക് വേണ്ടിട്ട് മുട്ടത്തിലൊരു മോൾക്ക്, അയാളെ മോൾക്ക് അസുഖം, അയാൾക്ക് മോക്ക് അബ്ദുസലാം അറിയില്ല. ഞാൻ പറഞ്ഞു.
ഒരു തെറ്റില്ല. ഒരു തെറ്റില്ല. ഇത് തെളിവാണോ? നിങ്ങളിപ്പോ ചെയ്ത പണിനേക്കാളും വലിയ തെറ്റാ ഈ ഫോട്ടോ എടുത്ത്. ഇത് നമ്മള് കേരളത്തിൽ മൊത്തത്തിൽ നിങ്ങളിപ്പോ ചെയ്ത പണിനേക്കാളും വലിയ തെറ്റാ ഈ ഫോട്ടോ എടുത്ത്. നിങ്ങളുടെ നോട്ടത്തിൽ വലിയ തെറ്റ്. മാന്യമായ വാക്കുകളിനോട് ചോദിച്ചു അതിന്റെ മറുപടി പറയുന്നത്. നിങ്ങളാണ് ശരി. കാരണം നിങ്ങൾ ഇതിന്റെ ആളാണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ട് നിങ്ങൾ പൈസ വേണം? നിങ്ങൾക്ക് അത് ഇസ്ലാം, നിങ്ങൾ ഇസ്ലാം എന്ന് പറയാൻ പാടില്ല. സലഫികൾ ഉത്സവം ഉണ്ടാൻ പാടില്ല. നിങ്ങൾ ആദ്യം പറഞ്ഞു നമ്മൾ സലഫികൾക്ക് മന്ത്രവാദികളില്ല, അതുകൊണ്ട് നമ്മൾ പിന്നെ ഭയങ്കര അങ്ങനെ വരുന്ന സലഫികൾക്ക് എല്ലാ സലഫികൾക്കും മന്ത്രം അറിയാം. റസൂലിനെ പഠിപ്പിച്ച മുഴുവൻ മന്ത്രവും സലഫികൾക്ക് അറിയാം. അത് എല്ലാ ദിവസവും രാവിലെ ഉറങ്ങേണ്ടിക്കുന്നത് മുതൽ രാത്രി കിടക്കുന്നവരെ സലഫികൾ മന്ത്രിക്കുന്നുണ്ട്. മനസ്സിലായ? സലഫികൾ അറിയുന്ന മന്ത്രങ്ങൾ രാവിലെ ഉറങ്ങി എഴുന്നേറ്റ് മുതൽ രാത്രി കടത്തപ്പായവന്റെ ഭാര്യയുമായി ലഭിക്കുന്ന വരെയുള്ള പ്രാർത്ഥന റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ട് ചെല്ലുന്നുണ്ട്. വേറൊരു മന്ത്രം വേണ്ട ഇടാം. നിങ്ങൾക്ക് മനസ്സിലായ? വേറൊരു മന്ത്രത്തിന് പൈസ വാങ്ങിയിട്ട് നിങ്ങൾ ഒരു മിനിറ്റ് നിങ്ങൾ മനസ്സോർന്ന് പറഞ്ഞു. നിങ്ങളൊന്നും ചെയ്തില്ല, നിങ്ങൾ വേറെ ഒരു നിങ്ങൾ ചെയ്യില്ല. നിങ്ങൾ മനസ്സോർന്ന് പറഞ്ഞാൽ അതായത് പിന്നെ ചെയ്തല്ലോ. നിങ്ങൾ ഖുർആൻ ഫാത്തിഹ ഞാൻ ഇങ്ങനെ അഭിനയിച്ചല്ലോ. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്നത് എന്താണ്? അത് ശരിയാണെന്നല്ലേ? അല്ലെ? അല്ല, ശരിയാണില്ല. അപ്പൊ ഇതെങ്ങനെയാണ്? ഇത് അഭിനയാണോ ശരിയാണെന്ന് ജിന്നു കൂടി ചോദിക്കുന്നത് തന്നെ എനിക്ക് മനസ്സിലായി. നിങ്ങൾക്ക് ഞാൻ അഭിനയിച്ചപ്പോൾ മനസ്സിലാവില്ല. അപ്പൊ എനിക്ക് മാനസിക രോഗം ഞാൻ ജിന്നു കൂടി എങ്ങനെ മനസ്സിലായി? നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ അതിനെ ചികിത്സിക്കുന്ന ആളാണ്. നിങ്ങൾ